മിറക്കിൾ മോർണിംഗ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും പലയിടത്തും മോട്ടിവേഷനും കാര്യങ്ങളും റീൽസിലൊക്കെ കാണുന്നതാണ്. അതിരാവിലെ എണീച്ചാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനതിൽ പറയുന്നത്, ഇതിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്, ഞാൻ കിടക്കുമ്പോൾ ലേറ്റാവും, അപ്പോൾ രാവിലെ എങ്ങനെ എണീക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സിമ്പിൾ ഉത്തരം എന്ന് പറഞ്ഞാൽ നേരത്തെ കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം. സോ ഈ മോർണിംഗ് നമ്മൾ എണീച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. കാര്യം പലരും ചോദിക്കും, ഞാൻ എൻ്റെ ജോലി തുടങ്ങുന്നത് രാവിലെ 9 മണിക്കാണ്, 10 മണിക്കാണ്, പിന്നെ ഞാൻ എന്തിനാണ് നേരത്തെ എണീക്കേണ്ടത്? അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത്, ബേസിക്കലി നമ്മുടേതായ ഒരു മീ ടൈം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ രാവിലെ എണീക്കണമെന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ പണ്ട് 8 മണിക്ക് എണീക്കുന്ന ഒരാളായിരുന്നു. അതിൽ നിന്ന് ഞാൻ മാറി രാവിലെ 4 മണിക്ക്, ഇപ്പോൾ 3 മണിക്ക് എണീക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട്. ഒന്ന്, നമ്മൾ എണീച്ചാൽ ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ നോക്കുക എന്നുള്ളതല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ മൊബൈലൊക്കെ ഇപ്പോൾ രാത്രി കുത്തിയിട്ട് കിടക്കുന്നവരെ അറിയാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ കുത്തിയിട്ടാൽ ബാറ്ററിയൊക്കെ ഒരുപാട് വീക്കാവും. അതുകൊണ്ട് രാവിലെ എണീച്ചിട്ട് കുത്തിയിടുക. അത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി കുറച്ച് നേരം സൈലൻസിലിരിക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ സൈലൻസിലിരിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി കുറച്ച് നേരം വെള്ളം കുടിക്കുക. നമുക്ക് കുറച്ച് നേരം എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഫെയ്ത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് പ്രേ ചെയ്യുക. നിങ്ങളുടെ ഏതാണ് മതം ആ രീതിയിൽ ഒന്ന് പ്രേ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി അതൊരു 5 മിനിറ്റ്സ് മതി. അത് കഴിഞ്ഞാൽ ഒരു അഫർമേഷൻ്റെ ടൈമാണ്. നമ്മൾക്ക് ഇതൊക്കെ പറ്റും, നമുക്ക് ഇങ്ങനെ ചെയ്താൽ പറ്റും എന്നുള്ളൊരു അഫർമേഷൻ നമ്മൾ രാവിലെ എടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബ്രെയിനിൽ നമുക്ക് എഫക്റ്റ് ചെയ്യും. ആ അഫർമേഷനും ഒരു 5 to 10 മിനിറ്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് വിഷ്വലൈസ് ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടി, ഞാൻ പറയും ഐ വിൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ, ഞാൻ റാങ്ക് മേടിക്കുമ്പോൾ ഞാൻ ഇന്നയൊക്കെ ചെയ്യും എന്ന് പറയുന്ന ആ വിഷ്വലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യന്ത്രമാണ് മനുഷ്യനെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ വിഷ്വലൈസേഷൻ കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ രാവിലെ ഉള്ള നടത്തം. ഞാൻ സ്വിമ്മിങ്ങിന് പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് ശേഷമാണ്. അല്ലാതെ രാവിലെ എണീച്ച് ഹറിബറിയായിട്ട് ഇത് പോയിട്ട് കാര്യമില്ല. കുറച്ച് നമുക്ക് നമ്മുടേതായ ഒരു മീ ടൈം, ഇപ്പോൾ സമയമുണ്ടെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ നമുക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ പ്രയർ ചെയ്യാം. അതൊന്നും തുടക്കത്തിൽ പറ്റില്ല, എനിക്ക് ഇപ്പോഴും പറ്റത്തില്ല. ഞാൻ പക്ഷേ ട്രൈ ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങളും ഈ സൈലൻസ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, അത് കഴിഞ്ഞ് എക്സസൈസിലോട്ട് പോകാം. ഇനി എക്സസൈസ് കഴിഞ്ഞ് ഉടനെ ഓക്കെ, നമുക്കൊരു ചായ കുടിക്കാം, കാപ്പി കുടിക്കാം. പക്ഷെ അതിനൊപ്പം തന്നെയാണ് കുറച്ച് റീഡിങ്. അപ്പോൾ ഇന്നത്തെ ഒരു ഇതിൽ എല്ലാവരും ബുക്ക് വായിക്കണമെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പ്രാക്ടിക്കലി സമയം അതിന് കണ്ടെത്തില്ലെങ്കിലും, ആ സമയം നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാം. ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ കാണാം. ആ റീഡിങ്ങിന് ശേഷം നിങ്ങളെല്ലാം സ്ക്രിബിൾ ചെയ്യും. ഇപ്പോൾ സ്ക്രിബിൾ ചെയ്യാൻ നോട്ടും പേന ഇല്ലെങ്കിൽ എല്ലാവരുടെയും ഫോണുണ്ട്. ഫോണിൻ്റെ അകത്ത് നോട്ട് പാഡ് ആപ്പ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഗൂഗിൾ കീപ്പ് എന്നുള്ള ആപ്പാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ജേർണൽ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു മിറക്കിൾ മോർണിംഗ് റൊട്ടീൻ നമുക്ക് ഹാബിറ്റ് ആവും. ഏതൊരു കാര്യം ഒരു 20-21 ഡേയ്സ് കൂടുതൽ ചെയ്യുമ്പോൾ ഹാബിറ്റ് ആവും എന്ന് പറയുന്ന പോലെ, ഇത് ടൈം എടുത്ത്, ഞാനിത് വർഷങ്ങളെടുത്ത് മാറിയ ഒരു ഹാബിറ്റാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും കറക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണമെങ്കിൽ ഇതിനകത്ത് ചെയ്യാം. കാര്യം ഞാൻ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അഫേം ചെയ്തു, എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസും ഇതെല്ലാം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഹാവ് എ ഗുഡ് ഡേ.